കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, കുടുംബത്തിന്റെ ഇന്നത്തെ കഴിച്ചിലിന് ആവശ്യമായ ദൈവ അനുഗ്രഹം ഈ പ്രാർത്ഥന വഴി ഈ കുടുംബത്തിന് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ഇന്ന് കർത്താവെ, ഈ വ്യക്തി ആരാണോ ഇപ്പോഴേ എവിടെ വെച്ചാണോ ഈ പ്രാർത്ഥന കൂടുന്നത്, ആ വ്യക്തി, ആ ദൈവത്തിന്റെ മകള്, ദൈവത്തിന്റെ മകൻ, ഈ ദൈവത്തിന്റെ ഭവനം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസം, ഇന്ന് ഭയപ്പെടുന്ന പ്രത്യേകമായ ഒരു വിഷയം, ആ വിഷയത്തിന് ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന ഇപ്പോഴും ആ മക്കൾക്ക് ജീവിത പ്രശ്ന പരിഹാരത്തിനായി ഈശോനാമത്തിൽ കാഴ്ചവെക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിച്ചൊരു അങ്ങയുടെ തിരുസന്നിധി നിൽക്കുവാൻ ഇടയാക്കി നന്ദി പറയുന്നു. കുറെ വിഷയങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒത്തിരിയേറെ മനുഷ്യരുണ്ട് ഈശോയെ. പല കാര്യങ്ങൾ പല ഇടങ്ങളിൽ പോയി ചെയ്യേണ്ടതുണ്ട്, ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ചിലരെ കുർബാനയും കഴിഞ്ഞ പിന്നെ യാത്രയാണ്. ചിലർക്ക് നോൻപുകാലത്ത് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു അവകാശം കൊടുക്കണമേ. നോൻപുകാലത്തിന്റെ ചൈതന്യം അനുസരിച്ചുകൊണ്ട് വചനം വായിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിത വിശുദ്ധി പാലിക്കുവാനും ദൈവത്തിന് പക്ഷം ചേർക്കുവാനും കൂടെ നിർത്തുവാനും കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ തിരികെ ആർജിക്കുവാൻ അവരുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന വിഷയങ്ങൾ സെലക്റ്റീവ് ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്നതെല്ലാം അടുത്ത ദിവസങ്ങളിൽ വന്ന് അവരെ അതിനെ അതിജീവിക്കുവാനുള്ള നല്ല മാർക്ക് വാങ്ങി പാസ്സാകാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിന് വിഖ്യാതമായി നിൽക്കുന്ന കുടുംബ വഴക്കുകള്, സാഹചര്യങ്ങള്, മറ്റു തരത്തിലുള്ള വിഷമതകള്, അതിനേക്കാൾ ഉപരി കുടുംബത്തിന്റെ പല വിഷയങ്ങൾ, കമ്പനി ചെയ്യുന്നവരുണ്ട്, ബൈ പ്രൊഫഷണലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാവരെയും അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ ചെയ്യുന്നവരുണ്ട്, ഏജൻസികളുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണ അവരേക്ക് ആവശ്യിക്കട്ടെ. കൂട്ടുകൂടി കളക്റ്റീവായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്. അതിൽ പടലപ്പിണക്കങ്ങളിലുണ്ട് കൊണ്ട് പലപ്പോഴും അവരെ കൂട്ടവസാനിപ്പിച്ചിട്ട് പിരിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ എല്ലാ കടങ്ങളും വരുന്നവരുണ്ട്. കടം വീട്ടി അത് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നവരുണ്ട്. അതിന് സമ്മർദ്ദങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ മനസ്സ് പിരിമുറുക്കം കൊള്ളുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. വീട് നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, വീട് സ്ഥലം ഒരുമിച്ച് നഷ്ടപ്പെടുന്നവരുണ്ട്. കർത്താവ്, അത് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളില് കർത്താവ്, വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനങ്ങള് പഠിച്ചിട്ട് അവരുടെ വിസ പഠനകാലങ്ങൾ എക്സ്പയർ ആകാൻ പോകുന്നു. അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല. അത് എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ്, നാട്ടിലാണെങ്കിൽ അവർക്ക് വല്ലാത്ത കടങ്ങൾ വന്നിരിക്കുന്നു. അവരെല്ലാവരും നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഭവനരഹിതരെ, വഴിയില്ലാത്തവരെ, സാമ്പത്തികമായ സുസ്ഥിതിയില്ലാത്തവരെ, ഒരു തൊഴിലും കാണാത്തവരെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇപ്പൊ പരീക്ഷക്കാലമാണല്ലോ. പരീക്ഷക്കാലമാണ്, അതുപോലെ പ്രാർത്ഥനാക്കാലമാണ്. കൃപാസനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും പരീക്ഷ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ നൂറ് കണക്കിന് കുഞ്ഞുങ്ങളാണ് ഹോൾ ടിക്കറ്റ് വെഞ്ചരിപ്പിക്കാൻ വേണ്ടി വരണത്. അപ്പൊ അവരുടെ മാതാപിതാക്കന്മാരുടെ ഉടമ്പടി സീറ്റ് കാണിച്ചാൽ മതി, ഉടമ്പടി കാർഡ് കാണിച്ചാൽ. പക്ഷെ അത് അപ്ഡേറ്റ് ആയിരിക്കണം, പുതുക്കിയതായിരിക്കണം. കാര്യം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണമല്ല. പണ്ട് ചിലർ ഇപ്പൊ പരീക്ഷക്കാരൊക്കെ പണ്ടെങ്ങോ ഉടമ്പടി ചെയ്തതാണ്, അവരതൊക്കെ വലിച്ചോണ്ട് വരുന്നുണ്ട്. അവർ ഉടമ്പടി ഉഴപ്പിയതാണ്. 90 ദിവസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ലാതെ ക്യാൻസൽഡ് ആണ്. നിങ്ങൾക്ക് വേണേൽ പുതുക്കാം, പക്ഷെ ഹോൾ ടിക്കറ്റൊക്കെ വെഞ്ചരിച്ച് കിട്ടും. പക്ഷെ കൗൺസിലിംഗും മെസ്സേജൊന്നും നടക്കത്തില്ല. എന്താ പറയണമെന്ന് കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്യാൻസലായ ഉടമ്പടി എടുത്തിട്ട് വരും. അങ്ങനെയൊന്നും വരരുത്. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്, അല്ലാതെ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ചീട്ടല്ല. അപ്പം അതിനെ ബുദ്ധിബോധമില്ലാത്ത ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറച്ച് പേര്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ. ദൈവത്തോട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോയോട് ചെയ്യുന്ന കർത്താവിന്റെ വചനമനുസരിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിച്ചുകൊള്ളാവെന്ന് പറഞ്ഞുകൊണ്ട് വചനാധിഷ്ഠമായി ജീവിക്കുന്ന ഒരു ജീവിതക്രമമാണ് ഉടമ്പടി ജീവിതം. അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥനാക്കാലം, പരീക്ഷാക്കാലം പ്രാർത്ഥനാക്കാലമാണെന്ന് പറഞ്ഞാലും ചിലര് പ്രാർത്ഥിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു മൊബൈൽ എടുക്കും. പള്ളി വന്നിട്ട് പോലും ചാടിപ്പോയി മൊബൈൽ വരുമ്പോ ചാടി, അങ്ങനെ അവൻ പള്ളിയിൽ കുർബാനയിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ആരോ ഒരു കടവാൻ പോകത്ത് അവനെ വിളിക്കും, കുറെ ചാടി പള്ളിയുടെ മുറ്റത്ത് വീഴും. ഇത് അവിടെ മൊബൈൽ എടുക്കും. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുണത്തെക്കാരെ ദോഷമേ ചെയ്യത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ നീ വീട്ടിലാണ് ഇരിക്കണമെങ്കിൽ അത്രയും തലവേദന ദൈവത്തിന് കുറേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർ തപ്പിൽപ്പെടത്തില്ല. നീ മറ്റുള്ളവർക്ക് ദുർമാതൃകയാണല്ല. അതുകൊണ്ട് ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കാൻ നോക്കണം. അത് തമാശനെ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ പറയാൻ പോണ വിഷയം അതൊന്നുമല്ല. ഐസിയയുടെ പുസ്തകം നമ്മൾ വായിക്കാം. ഐസിയ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ഇതെന്ന് പറയുന്നത് നോൻപ് കാലം എന്നൊക്കെ അറിയാല്ല, ഉപവാസദിനം പ്രാർത്ഥനയുടെയും കാലമാണ്. പക്ഷെ ചില പ്രാർത്ഥനകൾ പാളിപ്പോകുന്നുണ്ട്. പ്രാർത്ഥന ഇടയ്ക്ക് ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ മൊബൈൽ പോലെയുള്ള സംഭവങ്ങൾ എടുക്കുകയും ഇനി ഒന്നും എടുത്തില്ല പോലെ പരവിചാരം കൊണ്ടിരിക്കുകയും ചെയ്യത്തില്ലേ. അപ്പൊ അവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷെ എഴുന്നേക്കുമ്പോൾ വിശക്കുമെന്ന്. അതിന് ചില പിള്ളേർക്കും ഉണ്ട്. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ റീല് കാണും. പരീക്ഷയ്ക്ക് പഠിക്കണേ, പേര് ഇളിച്ചോണ്ട് കോമഡി കണ്ട് ഇളിച്ചോണ്ടിരിക്കും, പിന്നെയും പഠിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് പഠിച്ചു നോക്കുമ്പോൾ ഒന്നും ഓർക്കത്തില്ല. അതാണ് ഈ പറയണത്. എന്താണ് അവര് രണ്ടാമത് എന്താ പറയണത്? അതായത് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും. സ്വപ്നം മാത്രമാണ്. ഈ പല വിചാരത്തോടെ പ്രാർത്ഥിക്കുന്നതും പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടയ്ക്ക് പഠിക്കുന്നതും എല്ലാം ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നവരാണ്. കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷെ എഴുന്നേക്കുമ്പോൾ വിശക്കും. ബൈബിളിൻ്റെ രസം, എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളെ ഭയങ്കര രസം. നമ്മുടെ ജീവിതം ശരിക്കും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തരും ഇങ്ങോട്ട്. ഇപ്പം നീ നിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. പ്രാർത്ഥനാ കാലം എന്ന് പറയുമ്പോൾ പല വിചാരം നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകണം. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ഇപ്പം എനിക്കിങ്ങനെ പ്രാർത്ഥനയിൽ ഇപ്പം കടലാണെങ്കിൽ തിരച്ചിലുണ്ടാകത്തില്ലേ? അപ്പോൾ തിരയെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാ പല വിചാരങ്ങളും മാറിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. മനസ്സിങ്ങനെ കടൽ പോലെ തെരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് എൻ്റെ ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മനസ്സാപണം ചൊല്ലും. ഞാൻ എങ്ങനെയാണ് പല വിചാരത്തിന് അതിജീവിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വികട ചിന്ത വന്നെങ്കിൽ എൻ്റെ ദൈവം ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരി സ്നേഹിക്കുകയും അങ്ങനെ പാവം ചെയ്യുന്നവർ പൂർണ്ണകൃത്യം പാവം തന്നെയാണല്ലോ പല വിചാരം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പിശാചിനോട് സംസാരിച്ചാൽ പിന്നെ അതെങ്ങനെ പാവാകാതിരിക്കണേ?
അപ്പം അതേപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നോൻപ് കാലം പ്രാർത്ഥനാകാലമാണ്. പക്ഷെ അതേസമയം തന്നെ പല വിചാരങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മനസ്സാപ്പറണം എൻ്റെ ഈ സൂത്രം നല്ലതാണ്, എന്നെ സഹായിച്ചിട്ടുണ്ട് കുറേ. കാരണം പരവിചാരം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പരവിചാരം ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കണത് തന്നെ നമ്മൾ ആ 0 പോയിന്റിലേക്ക് ഏതെങ്കിലും സംഭവങ്ങൾ കയറി വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ നമുക്കൊരു ബോധം ഉണ്ടാകണം, അവയർനെസ് ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച്. പിന്നെ ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ജവമാലിലൊക്കെ അങ്ങനെ പല വിചാരം കൊണ്ടായിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനമായാലും പ്രാർത്ഥനയായാലും ഇത് ഈ പഠനത്തിനിടക്കും പ്രാർത്ഥനയിടക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ന്യൂസ് ടോക്സുകൾ, കോമഡികൾ, റീലുകൾ, വേറെ കണ്ടൻറ്റുകൾ, ആവശ്യമില്ലാത്ത പഠിപ്പ് തലയിടുക. ഞാൻ ഇവിടെ പഠിക്കുന്ന പിള്ളേരോട് എവിടെ വരുമ്പോൾ പറയും വീട്ടിൽ മമ്മിയും പപ്പയും ഒക്കെ കിടന്നിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് തലയിട്ട് കൊടുക്കരുത്, നിങ്ങൾക്ക് പരീക്ഷക്കാലമാണ്, മര്യാദക്കിരുന്ന് പഠിക്കുക. അതാണ് പറയണത്. അങ്ങനെ പല വിചാരത്തിൽ പഠിക്കുകയാണെങ്കിലും പല കാര്യം ഇടപെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും. എഴുന്നേൽക്കുമ്പോൾ തലയൊന്നും ഉണ്ടാകത്തില്ല, വരണ്ട തൊണ്ടയുമായിട്ട് എഴുന്നേക്കുന്നു. ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷേ എഴുന്നേൽക്കുമ്പോൾ വിശന്ന വയറോട്ട് എഴുന്നേൽക്കും. അത് നോൻപ് കാലത്തെ പ്രാർത്ഥന എല്ലാം അത് കറക്റ്റ് ദൈവചൈതന്യത്തോട് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത്. കാര്യം ഇതൊക്കെ അച്ഛൻ പറയണ മക്കളെ കേട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പല വിചാരം കൂടാതെ ഇരിക്കുക. ഈ മനസ്സാപ്പറിനെ എപ്പോഴും പഠിച്ചു വെക്കണം. കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ മനസ്സാപ്പുറം ഉണ്ടാവും. അത് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാത്തലിക്സിന് എല്ലാം അറിയാം ഈ പ്രാർത്ഥന. മറ്റുള്ളവർ ശ്രദ്ധിക്കണം. അതിൽ ഒരു വരിയെങ്കിലും വായിച്ച്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പല വിചാരം ഉണ്ടാകണമെങ്കിൽ അത് മാറാൻ വേറെ ഈ മനസ്സാപ്പുറമല്ല വേറെ പ്രാർത്ഥനയുണ്ട്, ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. അത് കുർബാനയിൽ ലത്തീൻ കുർബാനയിൽ ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. അതെടുത്ത് ഞാൻ ചില പ്രാർത്ഥിക്കും. എന്താണ്? എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥകളിൽ നിങ്ങൾ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. അതൊരു പ്രാർത്ഥനയാണ്, ഡെലിവറൻസ് പ്രെയർ ആണത്. അതും ഇതുപോലെ പല വിചാരവും മറ്റു തരത്തിലുള്ള വിഷമതകൾ വരുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് ഒരു സുഹൃത്ത് ഒരു 3 വരിയേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത്. നിങ്ങളത് എടുത്ത് വീണ്ടും എടുത്ത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും. എല്ലാ തിന്മകളിൽ നിന്നും കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. അതിന് ഇംഗ്ലീഷ് വേർഷൻ ഭയങ്കര ഡെലിവറൻസ് ലോഡ് ഫ്രം ദി ഹോൾ ഈവിൾ എന്നാണ്. അപ്പം ഡെലിവറൻസ് പ്രേയറാണത്. അപ്പം അത് അങ്ങനെ വരുമ്പോൾ അതും ഒരു പ്രാലചാരം കൂടുമ്പോൾ അതും ഒരു പ്രാർത്ഥനയ്ക്ക് മാറ്റണം. പഠനത്തിൻ്റെ ഇടയ്ക്കും ഇതുപോലെ പല വിചാരങ്ങളും ഫോണും മറ്റൊരു സംസാരവും ഒക്കെ വരുമ്പോഴും നിങ്ങൾ പഠനം തുടങ്ങണ മുമ്പ് ഈ പ്രാർത്ഥനയും 4 വരി പ്രാർത്ഥനകൾ ചെല്ലണം. ചെല്ലിട്ട് ഇതെല്ലാം ഫ്രൂട്ട്ഫുള്ളായിട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു നോൻപ് കാലവും നല്ലൊരു പരീക്ഷക്കാലവും നല്ലൊരു ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആത്മീയമായിട്ട് വിജയിക്കും, അതുപോലെ വിദ്യാഭ്യാസമായിട്ട് വിജയിക്കും, ജീവിതപരമായിട്ട് വിജയിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടി കാശുരൂപം കൈമാറ്റം ചെയ്യാൻ പാടില്ല. ചില ഒരു ബോധമില്ലാത്ത ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതറിയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധമില്ല. അവർ ചില ധ്യാനകേന്ദ്രങ്ങളിൽ, ഒരു ധ്യാനകേന്ദ്രം കേരളത്തിൽ അത്ര പ്രാധാന്യമുള്ള ധ്യാനകേന്ദ്രമല്ല, പക്ഷെ അവിടെ ഉള്ള ഒരു ശുശ്രൂഷകൻ്റെ പരിപാടി ഉടമ്പടിയോട് കലിയാപുളിക്ക് ഇവർ ട്രാപ്പ് ചെയ്ത് ഇവനെ ഉടമ്പടി അവർ ധ്യാനം കുടിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ള ഈ ഉടമ്പടി കാശുകൾ അടിച്ചു മാറ്റും. എന്നിട്ട് ഈ ബോധമില്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുത്തിട്ട് വീട്ടിൽ പോകും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഉടമ്പടി കാശുരും കൈമാറും. അത്രയും നിങ്ങൾക്ക് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളെന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ കൂടെ ദൈവം ഉണ്ടാകത്തില്ല ഒരിക്കലും. എന്താ കാര്യം? നിങ്ങൾക്ക് ആ പ്രസൻസിനെ കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാണ് വല്ല കാണ്ടാമൃഗങ്ങൾ ചോദിക്കുമ്പോൾ അപ്പം തന്നെ അഴിച്ചു കൊടുക്കണതിൻ്റെ കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇത് നമ്മുടെ കിടക്കയിലും ചിലർക്ക് പറയണേ, പറയും ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പെട്ടിയിൽ ഇപ്പോൾ കാശുരൂപം ഉണ്ടാകുമെന്ന് പറയും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അവർക്കറിയാം എന്താണ് ഉടമ്പടി കാശുവെന്ന് അവർക്കറിയാം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ അമ്മയുടെ ഈ സാന്നിധ്യം, ഞാൻ അമ്മയുടെ ഉടമ്പടി ചെയ്ത് ജീവിച്ചിട്ടാണ് മരിക്കണത്. അതൊക്കെ കേൾക്കാൻ തന്നെ എന്തൊരു അഭിഷേകമാണ് ശരിക്കും. അത്രയും നമ്മുടെ ജീവിതത്തിൽ വിലപിടിപ്പുള്ളതാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ ഞാൻ
പറയുമ്പോൾ രണ്ടാമത് ഉടമ്പടി എടുക്കാൻ പറയും. പക്ഷേ ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ പറയും അതിങ്ങോട്ട് തന്നാൽ മതി, പുതിയത് അതുപോലെ തന്നെ വെഞ്ചരിച്ച് തരും. എന്താ കാര്യം? അതിന് 5 പൈസ വാങ്ങിക്കത്തുമില്ല, അത് ഫ്രീ ആണ്. കാര്യം എന്താണ്? അതിന് നമുക്ക് പണം ഇത്രയെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും മൂല്യമുള്ളതാണത്. അതുകൊണ്ടാണ് അത് മാത്രം നമ്മൾ പൈസയുമായി യാതൊരു ബന്ധമില്ല ആ സാധനത്തിന്. അത് വളരെ സൂക്ഷിച്ച് വേണം ഉടമ്പടി ആശ്ചര്യങ്ങളും എൻ്റെ മക്കൾ കൈകാര്യം ചെയ്യും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഉടമ്പടി ആശ്ചര്യം പോലെ തന്നെ ശക്തമായൊരു പ്രതീകമാണ് മെനോറ വിളക്ക്. മെനോറ വിളക്ക് എന്ന് പറയുന്നത് എന്താണ്? ബൈബിളിലെ 7 തണ്ടുള്ള ഒരു സ്വർണ്ണത്തണ്ടയിൽ 7 കവരകളുള്ള ഒരു കോപ്പയിൽ തെളിഞ്ഞു നിൽക്കുന്ന ദീപത്തിനാണ് മെനോറ വിളക്കെന്ന് പറയുന്നത്. ഇത് വാഗ്ദാന പേടകത്തിൻ്റെ അരികിൽ വെക്കുന്നതാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട്. ഇതിനെക്കുറിച്ച് വെടിപ്പായിരുന്ന ഒരു ഉടമ്പടി വെളിപ്പാട് ലഭിക്കുന്നത് സക്രിയായിക്കാണ്. സക്രിയ 4-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിച്ച്. സക്കറിയ 4. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർത്തി ചോദിച്ചു, നീ എന്തു കാണുന്നു? അപ്പോൾ ഇയാളൊരു സ്വപ്നം ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂതൻ ഇവനോട് ചോദിക്കും, വാട്ട് യു ആർ സീയിങ്? എന്താണ് നീ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സക്കറിയ പ്രവാചകനാണ്. ഞാൻ പറഞ്ഞു സക്കറിയ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും ഓരോന്നിനും മുകളിൽ 7 ദലങ്ങൾ കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷങ്ങള്. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭോ. ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇതിന്റെ വിഷയം എന്ന് പറയണത് ഈ മെനോറ വെളിച്ചത്തിൻ്റെ 7 ദീപങ്ങൾ, അത് യഹോവയുടെ 7 കണ്ണുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുണ്ടെന്നല്ല അർത്ഥം, എല്ലാം കാണുന്ന ആളാണ്. അപ്പം നീ ഇവിടെ വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളെയും ദൈവം കാണുന്നു എന്നുള്ളതാണ് വിളക്ക് കത്തിക്കണത്. പക്ഷേ എപ്പോഴും ഓർത്തേക്കണം, നിനക്ക് എല്ലാത്തിനും ആഴമായ അർത്ഥങ്ങളാണ് ഉള്ളത്. വിളക്ക് തെളിക്കുമ്പോൾ തന്നെ ഓർക്കുക, അത് ദൈവത്തിൻ്റെ കണ്ണ് പോലെയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ അകവും പുറവും നിൻ്റെ മരണം വരെ, നിത്യത വരെ ദൈവം കാണുന്നവൻ്റെ മുമ്പിലാണ് നീ ഉടമ്പടി ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? എന്നിട്ട് പറയുന്നത്, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്തു. എന്താണ്? സൈന്യബലത്താലല്ല, കരബലത്താലല്ല, പിന്നെന്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണെന്ന്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് കഴിവ് കൊണ്ടല്ല, സൈന്യങ്ങളുടെ ബലം കൊണ്ടല്ല, പിന്നെന്താണ്? എൻ്റെ ആത്മാവിന്. അതായത് നീ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിന്നോട് പറയുന്നത് എന്താണ്? രണ്ട് ഒലിവ് മരങ്ങളെന്നാണ് പറയണത്. അത് പഴയ നിയമത്തിൽ ഒലിവ് മരമാണ്, പക്ഷെ നമ്മുടെ മരിയൻ ഉടമ്പടിയല്ലേ. പഴയ നിയമത്തിലെ ഒലിവ് മരങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ജോഷുവായും ഒന്ന് സെറുബാബേലുമാണ്. ഇപ്പം ഈ മെനോറ ലൈറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഒലിവ് മരങ്ങൾ നിൽക്കണില്ലേ? അത് പഴയ നിയമത്തിൽ ആ ഒലിവ് മരങ്ങളെ കാണിച്ചിരിക്കുന്നത് ഒന്ന് ജോഷുവയാണ്. എന്നുവെച്ചാൽ ജോഷുവയാണ് വാഗ്ദാന പേടകത്തിൽ മോസസ് പോയാലും പോകാതെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ആളാണ് ജോഷുവ. ആധ്യാത്മിക നിറവിൻ്റെ ആളുരൂപമായിട്ടാണ് പഴയ നിയമത്തിൽ ജോഷുവയെ അവതരിപ്പിക്കുന്നത്. അഭിഷിക്തൻ, അതായത് 2 അഭിഷിക്തരാണെന്ന് വെച്ചാൽ എണ്ണ കൊണ്ട് കർത്താവിൻ്റെ ശക്തി നേടിയ ആളാണ്.
അതാണ് എണ്ണ കൊണ്ട് ശക്തി നേടുകയാണ്. നീ ഇവിടെ നീ ഇവിടെ ചെയ്യണത് എന്താണ്? നിൻ്റെ കയ്യിലുള്ള എണ്ണ എടുത്തിട്ട് അവിടെ ആ ദീപം തെളിക്കും. ഈ ദീപത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് 2 എണ്ണ കൊണ്ട് ശക്തി നേടിയ ആൾക്കാർ നിൽക്കണത്. എന്തൊക്കെയാണ്? അഭിഷിക്തരെന്നാണ് വിളിക്കണത്. അഭിഷിക്തർ ഒന്ന് ജോഷുവയാണ്, ആധ്യാത്മിക ബലം നേടുന്നയാളാണ്. എണ്ണ കൊണ്ട് ആധ്യാത്മിക ബലം. ജോഷുവയെ മോസസ് അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണ കൊണ്ട് അവൻ ആധ്യാത്മിക ബലം നേടുകയാണ്. ഉടമ്പടിയോടുകൂടി നീ ആധ്യാത്മിക ബലം നേടുമെന്നാണ് നിന്നോട് പറയണത്. മനസ്സിലായ? രണ്ടാമത്തെ എന്താണ്? സെറുബാബേലാണ്. ഈ സെറുബാബേൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ? സെറുബാബേൽ എന്ന് പറയണത് ശരിക്കും ഇദ്ദേഹം ജനിക്കണത് ബാബിലോണിലാണ്. നബൂഖദ്നേസറിൻ്റെ കാലത്ത് ഈ ഇസ്രായേൽക്കാരെ മുഴുവനും നശിപ്പിച്ച് തോൽപ്പിച്ച് പിടിച്ചുകൊണ്ട് പോകും. യൂദയ രാജ്യം യോവാക്കീമിൻ്റെ കാലത്ത് തീരും. യൂദയ അസ്തമിക്കും. യൂദയ അസ്തമിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് ബാബിലോണിൽ കൊണ്ടുപോകും. ബാബിലോണിൽ വെച്ച് യോവാക്കിൻ രാജാവിൻ്റെ പേരക്കിടാവായിട്ടാണ് ഈ സെറുബാബേൽ ജനിക്കണത്. സെറുബാബേലാണ് ഇവരെ മടക്കിക്കൊണ്ട് വരണത്. അതാണ് സെറുബാബേലിനെ കാണിക്കണത്. സക്കറിയായുടെ ദർശനമാണ്. സെറുബാബേൽ ഈ ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് ബാബിലോൺ വിപ്രവാസത്തിൽ പോയ മുഴുവനും ജനതയെ യഹോവയുടെ നാമത്തിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണതാണ്. തിരിച്ചു വിളിച്ചുകൊണ്ട് ജെറുസലേമിൽ കൊണ്ടുവന്നിട്ട് പുതിയ ദേവാലയം പണിയണത് ആരാണ്? സെറുബാബേലാണ്. അതാണ് കർത്താവ് സെറുബാബേലിനോട് പറഞ്ഞു, നീ എല്ലാം പണിയും, നീ എല്ലാം നഷ്ടപ്പെടെല്ലാം നീ തിരികെ കൊണ്ടുവരും. അതെന്താണ്? സൈന്യബലത്താലല്ല, അതെന്താണ്? കരബലത്താലല്ല, പിന്നെയോ കർത്താവിൻ്റെ ആത്മാവിനായി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, ആത്മാവിനാലാണ്. ഒരുമിച്ച് പാട്. ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഈ പഴയ നിയമത്തിൻ്റെ പുതിയ അപ്ഡേഷൻസ് ആയിട്ടുള്ള മരിയൻ ഉടമ്പടി വരുമ്പോൾ ഈ ഒലിവ് മരങ്ങൾ മാറും. എന്താണ്? ജോഷുവയ്ക്ക് പകരമാണ് അമ്മ വരണത്, സെറുബാബേലിന് പകരമാണ് ഈശോ വരണത്. അതാണ് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞാൻ ആദ്യം കൊണ്ടുപോയി അമ്മയെടുത്ത് കൊടുത്തിട്ട് പിന്നെ ഈശോ എടുത്ത് കൊടുക്കും. എന്താ പറയണത്? ഇനി മുന്നോട്ട് പോയിക്കൊള്ളൂ, വർക്ക് ചെയ്യാൻ പോണത് നിങ്ങളുടെ ബലത്താലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഒരു ബ്ലെസ്സിങ് ചെയ്ത് കൊടുക്കും. 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. എന്താ കാര്യം? ഞാനല്ലല്ലോ പ്രവർത്തിക്കണത്. ഞാനാണ് പ്രവർത്തിക്കണമെങ്കിൽ വേണമെങ്കിൽ 5 മണിക്കൂർ നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. പക്ഷെ പ്രവർത്തിക്കുന്നത് ആരാണ്? അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഈ ഒരു ദിവസത്തേക്ക് നമ്മൾ ദൈവം വിളിച്ചൊരു നന്ദി പറയണം. അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ ആലയത്തേക്ക് വന്നവരുണ്ട്, ഇനി ഏറെ താമസിച്ച് ഇവിടുന്ന് പോകാൻ പോകുന്നവരുണ്ട്. ഏറെ വന്നിരിക്കുന്ന സ്ഥലം കർത്താവാണെന്ന് എന്നെ വിളിച്ചതെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. ഇന്നത്തെ സുവിശേഷത്തിലൂടെ അനേകം കാര്യങ്ങൾ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മാനുഷികമായ ജീവിതത്തെ സമീപിക്കരുത്, ദൈവത്തിൻ്റെ ശക്തിയോട് സമീപിക്കണം, അതിന് വിശുദ്ധിയോട് ജീവിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഇനിയുള്ള ഓരോ സമയവും ഈശോയെടുത്ത് അവിടുത്തെ സ്നേഹിച്ച് അറിഞ്ഞ് ആരാധിക്കാനുള്ള സമയമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ സ്നേഹത്തിന്
ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ആയിരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാ മധ്യയാണ് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിൻ്റെ ഓരോരോ ദുരന്ത മുഖങ്ങളിലായിരിക്കുന്ന അനേകം മക്കളാണ് ഈ സന്ദേശം ഉൾക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ പാലിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് നാളിതുവരെ കരയേറിക്കൊണ്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞു പോയിട്ടുള്ളത്. ആ ഒരു ആലയത്തിലേക്കാണ് നമ്മളും നമ്മുടെ വ്യക്തിപരമായ കണ്ണുനീരും പ്രാർത്ഥനാ വിഷയങ്ങളും സമർപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഏറെ പ്രത്യേകമായി ഈ നോമ്പുകാലത്ത് പ്രത്യേകമായ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവ കൃപ കരയേറ്റുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളുടെയും ദൈവനിയോഗങ്ങളെ ഈ അൾത്താരിൽ സമർപ്പിച്ചുകൊണ്ട് ഏറെ പ്രത്യേകമായിട്ട് ഈ ആലയത്തിലായിരിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ, കുടുംബങ്ങളെ, സ്ഥാപനങ്ങളെ, അവരായിരിക്കുന്ന ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭ നോൻപ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. സഭയിലിത് കഴിഞ്ഞ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് ആരംഭിച്ചതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് സഭയിൽ അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളവർ കരിയുടെ പൊടിയുണ്ടാക്കി അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് നെറ്റിയിൽ കുരിശിട്ടിട്ട് വൈദികൻ പറയും, മനുഷ്യ നീ മണ്ണാകുന്നു. ബേസിക്കായിട്ട് നീ ആരാണ്? സുവിശേഷം പറയണത് ദൈവത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ അവശേഷിക്കുന്നത് ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ ചാരമാണ്. ഇതോടുകൂടി സഭ കടുത്ത ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമാണ് ഉൾവലിയുന്നത്. പണ്ടത്തെ കാലത്തേക്കാളും എല്ലാ സഭകളിലുള്ള അനേകം മക്കൾ മുമ്പത്തേക്കാൾ ഉപവസിക്കുന്നവരും നോൻപ് അക്ഷരാർത്ഥത്തിൽ ആചരിക്കുന്നവരുമാണ്. അങ്ങനെ ആചരിക്കുമ്പോൾ അതനുസരിച്ച് സുവിശേഷവിഹിതമായ ഒരു സാക്ഷ്യ ജീവിതം അവർ നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയിൽ ചില കശപിശകളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളെ ഇതൊന്നും ബാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം. അതെല്ലാ കാലത്തും ഉള്ളതാണ്.
പക്ഷെ ജനങ്ങളുടെ ആധ്യാത്മികതയെയും സുവിശേഷവിഹിതമായ സാക്ഷി ജീവിതത്തെയും ഒന്നും ബാധിച്ചിട്ടില്ല. കാര്യം ഇതിൻ്റെ അപ്പുറത്താണ് ദൈവവും ദൈവാനുഭവവും എന്ന് മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനെ സഭ എല്ലാ കാലത്തതുപോലെ സഭയും ഇതിനെ അതിജീവിച്ച് അങ്ങനെ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ അടയാളമായി സഭ ഇനിയും ഇനിയും വളരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അത്യുന്നത ശക്തി പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാശക്തി അത്യുന്നത ശക്തി പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ. സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ. സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നോൻപിൻ്റെ തലേ ദിവസം നമ്മുടെ വിജയകുമാർ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വെച്ചാൽ എല്ലാവരും ഉപവാസത്തിലേക്ക് പോവുകയല്ലേ, ഞായറാഴ്ച ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കണമെന്ന് ചോദിച്ചു, സാറിൻ്റെ മക്കൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലത്തീൻ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് 40 ദിവസമാണ് ഉപവാസം, നോൻപ് കാലം. ഈ ശരിക്കും വിഷുദ്ധി ബുധൻ മുതൽ ഈസ്റ്റർ വരെ 46 ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 6 ദിവസം 6 ഞായറാഴ്ചകളാണ്. ഞായറാഴ്ചകളെ കർത്താവിൻ്റെ തിരുവുദ്ധാന ദിവസമാണ്. നോൻപിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ പ്രാർത്ഥനാ ജീവിതത്തെ ഒഴിവാക്കിയിട്ടില്ല. 6 ഞായറാഴ്ച കഴിയുമ്പോഴാണ് ബാക്കി 40 ദിവസമുള്ളത്. ഇത് ഭയങ്കര ഒരു വസന്തകാലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇത് ഏറ്റവും ഒരു 2 അനുഗ്രഹം ഒരുമിച്ച് വരണതാണ്. ചില ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോമോളനോട് പറയുമായിരുന്നു, ഞാൻ ഡോക്ടറേറ്റിന് ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്പെയിനിൽ പോയി വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ 2 ഒരേ സമയത്ത് പഠിച്ചു തീർക്കുകയാണെങ്കിൽ എനിക്ക് ഡബിൾ ഡോക്ടറേറ്റ് കിട്ടത്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നീ ശ്രമിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇതുപോലെ ഡബിൾ പദവി കിട്ടുന്നതാണ് ഈ നോൻപ് കാലം.